ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ന്യൂട്ടെല്ല വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. ന്യൂട്ടെല്ല ഫ്രഞ്ച് ടോസ്റ്റ് റോളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഫ്രഞ്ച് ടോസ്റ്റ് റോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ്, വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ ബ്രെഡിനെ ഞാൻ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ലോണം 4 സൈഡും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡിൻ്റെയും റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെയും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിടാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ അതിനൊരു ചപ്പാത്തി പിൻ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നല്ലോണം റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു താണ പോലത്തെ ഒരു പേപ്പർ ടൈപ്പ് ടെക്സ്ചറിൽ കിട്ടും. ആ രീതിയിലാക്കി എടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡ് പീസസിനെയും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലോട്ട് ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കുകയാണ്. ന്യൂട്ടെല്ല നല്ലവണ്ണം നമ്മൾ ബ്രെഡിൽ ജാമൊക്കെ തേക്കില്ലേ, അതേപോലെ തന്നെ നല്ലോണം തേക്കുക. ഇതിൽ നല്ലോണം തേച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് പതുക്കിനെ റോൾ ചെയ്തിട്ട് ഒന്ന് തീരാറാകുമ്പോഴേക്കും അതൊന്ന് പതുക്കിനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല സീലായ പോലെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ബ്രെഡും എല്ലാം ചെയ്യാണ്, റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തു. ഇനി ഈ ബൗളിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഇട്ടിട്ട് അതിൽ കുറച്ച് പാലൊഴിക്കുകയാണ്. ആ പാൽ ഒഴിച്ചിട്ട് ഞാൻ അതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടേൻ്റെ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമായിരിക്കില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതിൽ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ്, മുട്ടേൻ്റെ ടേസ്റ്റ് കിട്ടാതെ കുറച്ച് ആ സിനമണിൻ്റെ ഒരു ഇതും കൂടെ ആകുമ്പോൾ അതൊരു നല്ല ടേസ്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചു. ആ പാനിൽ നല്ലോണം ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിലോട്ട് ഇനി ഈ ബ്രെഡ് റോളിനെല്ലാം ഇട്ടിട്ട് നമുക്കതിന് ഈ പാനിലോട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാ ബ്രെഡിനെയും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഫ്രഞ്ച് ടോസ്റ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.